ഹലോ ഗായ്സ്, വീട്ടിലെ ഭർത്താവില്ലാത്ത സമയത്ത് ഞാനും മക്കളും മാത്രമാകുമ്പോൾ എൻ്റെ അടുക്കള ഒരു പരീക്ഷണശാലയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു പരീക്ഷണമാണ് ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു വെറൈറ്റി രീതിയിൽ സിമ്പിളായിട്ട് എങ്ങനെ മീൻകറി വെക്കാൻ പറഞ്ഞിട്ട് എൻ്റേതായ കുറച്ച് ടിപ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വെക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഐഡിയാസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണേ. എങ്ങനെ ഉണ്ടാവും കറി നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും നന്നു കേട്ടോ. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് അരച്ച് ഒഴിച്ചു കേട്ടോ. അതിലേക്ക് പുളിവെള്ളവും പിന്നെ കുറച്ച് പച്ചമുളകും, എൻ്റെ ഒരു സമാധാനത്തിന് ഒരു തക്കാളി അരിഞ്ഞിട്ട് കറിയുടെ തള വന്ന് മണം വന്നപ്പോൾ തന്നെ എൻ്റെ രണ്ട് മക്കൾ ഓടി വന്നു കേട്ടോ ടേസ്റ്റ് എന്നൊക്കെ. എന്നിട്ട് അവർ പറഞ്ഞു നന്നായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ ഗൈസ്. പക്ഷെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ നന്നായി പറഞ്ഞപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണേ. പിന്നെ ഉപ്പിട്ടിട്ട് കൊടുത്തപ്പോൾ സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ മാളൂട്ടി. അപ്പോൾ പിന്നെ സമാധാനം. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ കറിക്ക്. എല്ലാം അരച്ച് പേസ്റ്റ് ആക്കിയത് കൊണ്ട് പിന്നെ കുട്ടികൾ മാറ്റി വെക്കില്ലല്ലോ, അത് വേണ്ട ഇത് വേണ്ട പറഞ്ഞിട്ട്. സംഭവം അടിപൊളിയായിരുന്നേ. പിന്നെ അതിങ്ങനെ തിളയ്ക്കണതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പുറത്ത് വന്നിട്ട് മീൻ വറക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്, ആളില്ല വീട്ടിൽ. അപ്പോൾ പിന്നെ ഓക്കെ, ഇതൊക്കെ മീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലല്ല, അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മളതൊക്കെ തിളച്ച് ആ പുളിയൊക്കെ വെന്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് മീൻ ഇട്ടു കേട്ടോ. ഇതിന് ചെമ്പല്ലി എന്നാണ് പറയുക കേട്ടോ ഈ മീനിനെ. ഇനി വേറെ ഇവിടങ്ങളിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചെമ്പല്ലി എന്നാണ് പറയുക. അപ്പോൾ മീനൊക്കെ ഇട്ട് അത് തിളക്കട്ടെ പറഞ്ഞ് വെക്കുമ്പോഴേക്കും അടുത്ത അടുപ്പിൽ ഞാൻ എന്ത് ചെയ്തു, അത് വറുത്തിടാനുള്ളത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായപ്പോൾ അതിൽ കുറച്ച് ഉലുവ ഇട്ടു. പിന്നെ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൽ നമ്മുടെ മീൻകറി വെന്തപ്പോൾ അതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി. അപ്പോൾ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.